ഫ്രണ്ട്സ്, എളുപ്പത്തിൽ ഒരു സ്നാക്സ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഫ്ലേവറിനായി ഏലക്കാപ്പൊടിയും 1 കളറിനായി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച ഈ പൊടികളിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു തിക്കായിട്ടുള്ള മാവാക്കി എടുക്കണം. ഒട്ടും കട്ടകളില്ലാത്ത മാവായിരിക്കണം വേണ്ടത്. അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഡലി മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യവും വരികയില്ല. അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലുള്ള അപ്പത്തിൻ്റെയോ ഇഡ്ഡലിയുടെയോ ഒക്കെ മാവുണ്ടെങ്കിൽ ഇങ്ങനെ 1 സ്പൂണോ 1-2 സ്പൂണ് നമ്മുടെ മാവിന് ബാറ്ററിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന പലഹാരം നല്ല സോഫ്റ്റായിട്ടും നന്നായിട്ട് പൊങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യവും വരികയില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് പെട്ടെന്ന് ആ മാവ് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ തൊലി കളഞ്ഞ് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ കൊണ്ടുള്ള സ്നാക്സാണിത്. കട്ട് ചെയ്തെടുത്ത ഇതിൻ്റെ നടുവശം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഒട്ടും സൈഡിൽ ഒന്നും വേസ്റ്റ് ഇല്ലാതെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകാനായി വെച്ചു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പീസ് ആപ്പിൾ ഇട്ട് കൊടുത്ത് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കിക്കൊടുത്ത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആപ്പിൾ സ്നാക്സാണിത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഫുൾ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് ഒരു കളർ ചേഞ്ചായി ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഉള്ളിലുള്ളത് ആപ്പിൾ ആയതുകൊണ്ട് തന്നെ അത് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. നല്ല മണവുമാണ്. ഇതിപ്പോൾ നമ്മുടെ ആപ്പിൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. നല്ല തിക്ക് ബാറ്ററുമാണ്. അതേപോലെ ദോശമാവും ഒക്കെ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയുമായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ആപ്പിൾ കൊണ്ടുള്ള സ്നാക്സാണിത്. ഒരിക്കലെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ക്രിസ്പിയായി വരുന്നത് വരെ മൊരിയിച്ചിട്ടെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ആപ്പിൾ സ്നാക്സ് റെഡി. താങ്ക് യു.